ഓം ശാന്തി. 29/11/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, അഥവാ ശിവബാബയ്ക്ക് വില കൽപ്പിക്കുന്നുവെങ്കിൽ ആ ഒന്നിൻ്റെ ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ശ്രീമത്തനുസരിച്ച് നടക്കുക എന്നാൽ ബാബയ്ക്ക് വില കൽപ്പിക്കുക എന്നർത്ഥം. ചോദ്യം: കുട്ടികൾ ബാബയേക്കാൾ വലിയ ഇന്ദ്രജാലക്കാരാണ്. എങ്ങനെ? ഉത്തരം: ഉയർന്നതിലും ഉയർന്ന ബാബയെ തൻ്റെ കുട്ടിയാക്കി മാറ്റുക. ശരീരവും മനസ്സും ധനവും കൊണ്ട് ബാബയെ അവകാശിയാക്കി അർപ്പണമാവുക. ഇത് കുട്ടികളുടെ ഇന്ദ്രജാലമാണ്. ആരാണോ ഇപ്പോൾ ഭഗവാനെ അവകാശിയാക്കുന്നത്, അവർ 21 ജന്മത്തേക്ക് സമ്പത്തിൻ്റെ അധികാരിയായി മാറുന്നു. ചോദ്യം: ഏത് കുട്ടികൾക്ക് വേണ്ടിയാണ് കോടതി കൂടുന്നത്? ഉത്തരം: ആരാണോ ദാനം ചെയ്ത വസ്തു തിരിച്ചെടുക്കുന്നതിൻ്റെ സങ്കല്പമെടുക്കുന്നത്, മായയ്ക്ക് വശപ്പെട്ട് ഡിസ്സർവീസ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി ട്രിബ്യൂണൽ ഇരിക്കുന്നു, അതായത് കോടതി കൂടുന്നു. ഓം ശാന്തി. ആത്മീയ വിചിത്ര ബാബയിരുന്ന് വിചിത്രമായ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. അതായത് ദൂരദേശത്ത് വസിക്കുന്നവൻ, ആ ഒന്നിനെ പരംപിത പരമാത്മാവ് എന്ന് പറയുന്നു. വളരെ വളരെ ദൂരദേശത്ത് നിന്നും വന്ന് ഈ ശരീരത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ആരാണോ പഠിക്കുന്നത്, അവർ പഠിപ്പിക്കുന്നയാളോട് യോഗം ഓട്ടോമാറ്റിക്കലി വയ്ക്കുന്നു. ഹേ കുട്ടികളെ, ടീച്ചറുമായി യോഗം വയ്ക്കൂ എന്നോ ആ ഒന്നിനെ ഓർമ്മിക്കൂ എന്നോ പറയേണ്ടി വരുന്നില്ല. ഇല്ല, ഇവിടെ ബാബ പറയുന്നു, ഹേ ആത്മീയ കുട്ടികളെ, ഇത് നിങ്ങളുടെ പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ഈ ഒന്നിനോട് യോഗം വയ്ക്കൂ, അതായത് ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് വിചിത്രമായ ബാബ. നിങ്ങൾ അടിക്കടി ഈ ഒന്നിനെ മറന്നു പോകുന്നു, അതിനാൽ പറയേണ്ടി വരുന്നു. പഠിപ്പിക്കുന്നയാളെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപം ഭസ്മമാകും. എന്നെ നോക്കൂ, ഇതിൽ വളരെയധികം നേട്ടമുണ്ട് എന്ന് ടീച്ചർ പറയുക എന്ന് ലോ പറയുന്നില്ല. ബാബ പറയുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ. ഈ ഓർമ്മയുടെ ബലത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ പാപം ഇല്ലാതാകേണ്ടത്. ഇതിനെ പറയുന്നത് ഓർമ്മയുടെ യാത്ര എന്നാണ്. ഇപ്പോൾ ആത്മീയ വിചിത്രമായ ബാബ കുട്ടികളെ നോക്കുന്നു. കുട്ടികളും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി വിചിത്രമായ ബാബയെ തന്നെ ഓർമ്മിക്കുന്നു. നിങ്ങളാണെങ്കിൽ അടിക്കടി ശരീരത്തിൽ വരുന്നു. ഞാനാണെങ്കിൽ മുഴുവൻ കൽപ്പത്തിലും ശരീരത്തിൽ വരുന്നില്ല. കേവലം ഈ സംഗമയുഗത്തിൽ മാത്രമാണ് വളരെയധികം ദൂരദേശത്തു നിന്നും വരുന്നത്, കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുന്നതിനായി. ഇത് നല്ല രീതിയിൽ ഓർമ്മിക്കണം. ബാബ നമ്മുടെ പിതാവും ടീച്ചറും സദ്ഗുരുവുമാണ്. വിചിത്രമാണ്. ആ ഒന്നിന് തൻ്റേതായ ശരീരമില്ല. പിന്നെ എങ്ങനെയാണ് വരുന്നത്? എനിക്ക് പ്രകൃതിയുടെ വായുടെ ആധാരം എടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. ഞാനാണെങ്കിൽ വിചിത്രമാണ്, ദേഹരഹിതനാണ് എന്നർത്ഥം. നിങ്ങളേവരും ചിത്രമുള്ളവരാണ്. എനിക്ക് രഥം തീർച്ചയായും വേണമല്ലോ. കുതിരവണ്ടിയിൽ വരികയില്ലല്ലോ. ബാബ പറയുന്നു, ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആരാണോ നമ്പർ 1, ആ ഒന്ന് തന്നെ പിന്നെ ലാസ്റ്റ് നമ്പർ ആകുന്നു. ആര് സദോ പ്രധാനമായിരുന്നോ അവർ തന്നെ തമോ പ്രധാനമാകുന്നു. അപ്പോൾ അവരെ തന്നെ വീണ്ടും സദോ പ്രധാനമാക്കുന്നതിനായി ബാബ പഠിപ്പിക്കുന്നു. ഈ രാവണ രാജ്യത്തിൽ 5 വികാരങ്ങളുടെ മേൽ ജയം നേടി കുട്ടികളായ നിങ്ങൾക്ക് ജഗത് ജീത് ആകേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ ഇത് ഓർമ്മ വയ്ക്കണം. നമ്മളെ വിചിത്രമായ ബാബ പഠിപ്പിക്കുന്നു. ബാബയെ ഓർമ്മിക്കുകയില്ലെങ്കിൽ പാപം എങ്ങനെ ഭസ്മമാകും?
ഈ കാര്യങ്ങളും കേവലം ഇപ്പോൾ സംഗമയുഗത്തിൽ തന്നെയാണ് കേൾക്കുന്നത്. ഒരു തവണ എന്തെല്ലാം സംഭവിക്കുന്നുവോ വീണ്ടും കൽപ്പത്തിനു ശേഷം അത് തന്നെ റിപ്പീറ്റ് ആകും. എത്ര നല്ല വിശദീകരണമാണ്! ഇതിൽ വളരെയധികം വിശാല ബുദ്ധി ആവശ്യമാണ്. ഇത് ഏതെങ്കിലും സാധു സന്യാസിമാരുടെയോ മറ്റോ സത്സംഗം അല്ല. ആ ഒന്നിനെ പിതാവ് എന്നും പറയുന്നു, കുട്ടി എന്നും പറയുന്നു. നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ പിതാവുമാണ്, കുട്ടിയുമാണ്. നമ്മൾ സർവ്വതും ഈ കുട്ടിക്ക് സമ്പത്തായി നൽകി. ബാബയിൽ നിന്നും 21 ജന്മങ്ങളിലേക്കായി സമ്പത്ത് നേടുന്നു. ചപ്പുചവറുകളെല്ലാം നൽകി ബാബയിൽ നിന്നും നമ്മൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടുന്നു. ഇങ്ങനെ പറയുന്നു, ബാബ, നമ്മൾ ഭക്തിമാർഗത്തിൽ പറഞ്ഞിരുന്നു, അങ്ങ് എപ്പോൾ വരുമോ അപ്പോൾ നമ്മൾ അങ്ങിൽ ശരീരവും മനസ്സും ധനവും സഹിതം അർപ്പണമാകും. ലൗകിക പിതാവും കുട്ടികളിൽ അർപ്പണം ആകുന്നുവല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വിചിത്രമായ ബാബയെ ലഭിച്ചിരിക്കുകയാണ്. ആ ഒന്നിനെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ പാപം ഭസ്മമാകും, തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. എത്ര നീണ്ട യാത്രയാണ്! നോക്കൂ, ബാബ എവിടെയാണ് വരുന്നത്? പഴയ രാവണ രാജ്യത്തിൽ. എൻ്റെ ഭാഗ്യത്തിൽ പാവന ശരീരം ലഭിക്കുക എന്നതേയില്ല എന്ന് പറയുന്നു. പതിതരെ പാവനമാക്കുവാൻ എങ്ങനെയാണ് വരിക? എനിക്ക് പതിത ലോകത്തിൽ തന്നെയാണ് വന്ന് എല്ലാവരെയും പാവനമാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടീച്ചറിന് വില കൽപ്പിക്കേണ്ടതുമാണല്ലോ. വില കൽപ്പിക്കാനേ അറിയാത്ത ധാരാളം പേരുണ്ട്. ഇതും ഡ്രാമയിൽ നടക്കുക തന്നെ വേണം. രാജധാനിയിൽ നമ്പർ അനുസരിച്ച് എല്ലാവരും വേണമല്ലോ. അപ്പോൾ എല്ലാ പ്രകാരത്തിലുള്ളവരും ഇവിടെ തന്നെയാണ് തയ്യാറാകുന്നത്. കുറഞ്ഞ പദവി നേടുന്നവരുടെ അവസ്ഥ ഇതായിരിക്കും: പഠിക്കുകയില്ല, ബാബയെ ഓർമ്മിക്കുകയില്ല. ഇത് വളരെയധികം വിചിത്രമായ ബാബയാണല്ലോ. ഈ ഒന്നിൻ്റെ പെരുമാറ്റവും അലൗകികമാണ്. ഈ ഒന്നിൻ്റെ പാർട്ട് മറ്റാർക്കും ലഭിക്കുക സാധ്യമല്ല. ഈ ബാബ വന്ന് നിങ്ങളെ എത്ര ഉയർന്ന പഠനം പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ഒന്നിനെ വില കൽപ്പിക്കുകയും വേണമല്ലോ. ആ ഒന്നിൻ്റെ ശ്രീമത്തിലൂടെ നടക്കേണ്ടതാണ്. എന്നാൽ മായ അടിക്കടി മറപ്പിക്കുന്നു. മായ ഇത്രയും ബലവാനാണ്, അത് നല്ല നല്ല കുട്ടികളെ വീഴ്ത്തുന്നു. ബാബ എത്ര ധനികനാക്കുന്നു. പക്ഷേ മായ പൂർണ്ണമായും ശിരസ് തിരിക്കുന്നു. മായയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ബാബയെ തീർച്ചയായും ഓർമ്മിക്കേണ്ടി വരും. വളരെയധികം നല്ല കുട്ടികളുണ്ട്. അവർ ബാബയുടേതായ ശേഷം പിന്നെ മായയുടേതായി മാറുന്നു. കാര്യം ചോദിക്കുകയേ വേണ്ട. ഉറച്ച ട്രേറ്ററായി മാറുന്നു. മായ പൂർണ്ണമായും മൂക്കിന് പിടികൂടുന്നു. ആനയെ മുതല ഭക്ഷിച്ചു എന്ന വാക്കുമുണ്ടല്ലോ. എന്നാൽ അതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. ബാബ ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. ചില കുട്ടികൾ മനസ്സിലാക്കുന്നുമുണ്ട്, പക്ഷേ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ്. ചിലർക്കാണെങ്കിൽ അല്പം പോലും ധാരണ ഉണ്ടാകുന്നില്ല. വളരെ ഉയർന്ന പഠനമാണല്ലോ, അപ്പോൾ അതിനെ ധാരണ ചെയ്യാൻ സാധിക്കുന്നില്ല. ബാബ പറയും, ഇവരുടെ ഭാഗ്യത്തിൽ രാജ്യഭാഗ്യം ഇല്ല. ചിലർ എരിക്കൻ പൂവാണ്, ചിലർ സുഗന്ധ പുഷ്പമാണ്, വെറൈറ്റി പൂന്തോട്ടമാണല്ലോ. ഇങ്ങനെയും വേണമല്ലോ. രാജധാനിയിൽ നിങ്ങൾക്ക് ജോലിക്കാരും വേലക്കാരും ലഭിക്കും. ഇല്ലെങ്കിൽ പിന്നെ ജോലിക്കാരും വേലക്കാരും എവിടെ നിന്ന് ലഭിക്കാനാണ്? രാജ്യം ഇവിടെ തന്നെയാണ് തയ്യാറാകുന്നത്. ജോലിക്കാർ, വേലക്കാർ, ചണ്ടാളൻ തുടങ്ങിയവരെ എല്ലാവരെയും ലഭിക്കും. ഇത് രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടറാണ്. ബാബ നിങ്ങളെ ഇത്രയും ഉയർന്നതാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കവേ സ്നേഹത്തിൻ്റെ കണ്ണുനീർ ഒഴുകേണ്ടതാണ്. നിങ്ങൾ മാലയിലെ മുത്താകുന്നുവല്ലോ. ബാബ അങ്ങ് എത്ര വിചിത്രമാണ് എന്ന് പറയുന്നു.
എങ്ങനെയാണ് വന്ന് നമ്മൾ പതീതരെ അങ്ങ് പാവനമാക്കുന്നതിനു വേണ്ടി പഠിപ്പിക്കുന്നത്? ഭക്തിമാർഗത്തിൽ ശിവന്റെ പൂജ ചെയ്യുന്നു, പക്ഷേ ഇത് പതീത പാവനാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ഹേ പതീത പാവന, വരൂ, വന്ന് നമ്മളെ പുഷ്പങ്ങളായ ദേവീ ദേവതയാക്കൂ. കുട്ടികളുടെ ആജ്ഞയെ ബാബ മാനിക്കുന്നു. എപ്പോഴാണോ വരുന്നത് അപ്പോൾ പറയുന്നു, കുട്ടികളെ പവിത്രമാകൂ. ഈ കാര്യത്തിൽ തന്നെയാണ് കോലാഹലം ഉണ്ടാകുന്നത്. ബാബ വണ്ടർഫുൾ ആണല്ലോ. കുട്ടികളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകട്ടെ. ബാബ അറിയുന്നുണ്ട്, ഞാൻ ആത്മാക്കളോട് സംസാരിക്കുകയാണ്. സർവ്വതും ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. വികർമ്മം ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ട്രിബ്യൂണൽ ഇരിക്കും, കോടതി കൂടും. വിശേഷിച്ച് ആരാണോ സർവീസിന് യോഗ്യരായ ശേഷം പിന്നെ ട്രേറ്ററായി മാറുന്നത്, ആ കുട്ടികൾക്ക് വേണ്ടി. ഇത് ബാബ മാത്രമാണ് അറിയുന്നത്. എങ്ങനെയാണ് മായ വിഴുങ്ങിക്കളയുന്നത്? ബാബ നമ്മൾ തോറ്റുപോയി, മുഖം കറുപ്പിച്ചു, ഇപ്പോൾ ക്ഷമിക്കൂ. ഇപ്പോൾ വീണു, മായയുടേതായി, പിന്നെ എന്ത് ക്ഷമിക്കാൻ? അവർക്ക് പിന്നെ വളരെ വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. ധാരാളം പേരുണ്ട്, അവർ മായയോട് തോറ്റുപോകുന്നു. ബാബ പറയുന്നു, ഇവിടെ ബാബയുടെ അടുക്കൽ ദാനം നൽകിയ ശേഷം തിരികെ എടുക്കരുത്, ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാതായി പോകും. ഹരിശ്ചന്ദ്രന്റെ ഉദാഹരണമുണ്ടല്ലോ. ദാനം നൽകിയ ശേഷം വളരെയധികം സൂക്ഷിച്ചിരിക്കണം. പിന്നെ എടുത്തുവെങ്കിൽ 100 മടങ്ങ് ശിക്ഷയുണ്ടാകുന്നു. പിന്നെ വളരെ ലഘുവായ കുറഞ്ഞ പദവിയായിരിക്കും നേടുന്നത്. കുട്ടികൾ അറിയുന്നുണ്ട്, ഇത് രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുകയാണ്. മറ്റേത് ധർമ്മമാണോ സ്ഥാപിക്കുന്നത്, ആദ്യം അവരുടെ രാജ്യം നടക്കുന്നില്ല. രാജ്യമുണ്ടാകുന്നത് 50-60 കോടി ആകുമ്പോഴാണ്. അപ്പോഴാണ് സേന തയ്യാറാകുന്നത്. തുടക്കത്തിൽ വരുന്നത് തന്നെ 1-2 പേരാണ്, പിന്നെ അഭിവൃദ്ധി പ്രാപിക്കുന്നു. നിങ്ങൾക്കറിയാം, ക്രൈസ്റ്റും ഒരു വേഷത്തിൽ വരും, ബെഗറിന്റെ രൂപത്തിൽ. ആദ്യ നമ്പറിലുള്ളയാൾ പിന്നെ തീർച്ചയായും ലാസ്റ്റ് നമ്പറിലാകും. ക്രിസ്ത്യൻസ് ഉടൻ പറയും, തീർച്ചയായും ക്രൈസ്റ്റ് ഈ സമയം ബെഗറിന്റെ രൂപത്തിലാണ്. പുനർജന്മം എടുക്കുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുന്നു. തമോ പ്രധാനം തീർച്ചയായും ഓരോരുത്തർക്കും ആകേണ്ടതുണ്ട്. ഈ സമയത്ത് മുഴുവൻ ലോകവും തമോ പ്രധാനവും ജീർണിച്ചതുമാണ്. ഈ പഴയ ലോകത്തിൻ്റെ വിനാശം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ക്രിസ്ത്യൻസും പറയും, ക്രൈസ്റ്റിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഹെവൻ ഉണ്ടായിരുന്നു, വീണ്ടും തീർച്ചയായും ഇപ്പോൾ ഉണ്ടാകും. എന്നാൽ ഈ കാര്യങ്ങൾ ആര് മനസ്സിലാക്കിക്കാനാണ്? ബാബ പറയുന്നു, ഇപ്പോൾ ആ അവസ്ഥ കുട്ടികൾക്ക് എവിടെയാണുള്ളത്? അടിക്കടി എഴുതുന്നു, നമുക്ക് യോഗത്തിലിരിക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളുടെ ആക്ടിവിറ്റിയിലൂടെ മനസ്സിലാകുന്നു. ബാബയ്ക്ക് സമാചാരം നൽകുന്നതിനെ പോലും ഭയപ്പെടുന്നു. ബാബ കുട്ടികളെ എത്ര സ്നേഹിക്കുന്നു. സ്നേഹത്തോടെ നമസ്തേ പറയുന്നു. കുട്ടികളിൽ അഹങ്കാരമുണ്ട്. നല്ല നല്ല കുട്ടികളെ മായ മറപ്പിക്കുന്നു. ബാബയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ നോളജ്ഫുള്ളാണ് എന്ന് പറയുന്നു. എല്ലാം അറിയുന്നവൻ എന്നതിൻ്റെ അർത്ഥം ഞാൻ എല്ലാവരുടെയും ഉള്ളിലുള്ളതിനെ അറിയുന്നു എന്നല്ല. ഞാൻ വന്നിരിക്കുന്നത് തന്നെ പഠിപ്പിക്കുവാനാണ്, റീഡ് ചെയ്യുവാനല്ല. ഞാൻ ആരെയും റീഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സാകാരവും റീഡ് ചെയ്യുന്നില്ല. ഈ ഒന്നിന് എല്ലാം മറക്കേണ്ടതുണ്ട്. പിന്നെ എന്ത് റീഡ് ചെയ്യുവാനാണ്? നിങ്ങൾ ഇവിടെ വരുന്നത് തന്നെ പഠിക്കുവാനാണ്. ഭക്തിമാർഗമേ വേറെയാണ്. വീഴുന്നതിൻ്റെ ഈ ഒരു ഉപായവും വേണമല്ലോ. ഈ കാര്യങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ വീഴുന്നത്. ഈ ഡ്രാമയുടെ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. ഭക്തിമാർഗത്തിൻ്റെ ശാസ്ത്രം പഠിച്ച് നിങ്ങൾ താഴെ ഇറങ്ങി തമോ പ്രധാനമാകുന്നു.
ഇപ്പോൾ നിങ്ങൾക്ക് ഈ മോശമായ ലോകത്തിൽ തീർത്തും കഴിയേണ്ടതില്ല. കലിയുഗത്തിൽ നിന്നും പിന്നെ സത്യയുഗം വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. ഈ എല്ലാ കാര്യങ്ങളും ധാരണ ചെയ്യേണ്ടതുണ്ട്. ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. പിന്നെ മുഴുവൻ ലോകത്തിൻ്റെയും ബുദ്ധിയിൽ ഗോദ്രജിൻ്റെ പൂട്ട് വീണിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇവർ ദൈവിക ഗുണം ഉള്ളവരായിരുന്നു. അവർ തന്നെ പിന്നെ ആസുരീയ ഗുണങ്ങൾ ഉള്ളവരായിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ ഭക്തിമാർഗത്തിലെ കാര്യങ്ങളെല്ലാം മറന്നേക്കൂ. ഇപ്പോൾ ഞാൻ എന്ത് കേൾപ്പിക്കുന്നുവോ അത് കേൾക്കൂ. ഹിയർ നോ ഈവിൾ. ഇപ്പോൾ എന്നിൽ നിന്ന് മാത്രം കേൾക്കൂ. ഇപ്പോൾ ഞാൻ നിങ്ങളെ മറികടത്തുവാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈശ്വരീയ സമ്പ്രദായമാണ്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖകമലത്തിലൂടെ നിങ്ങൾ ജനിച്ചിരിക്കുകയാണല്ലോ. ഇത്രയും പേരേവരും അഡോപ്റ്റഡ് കുട്ടികളാണ്. ആ ഒന്നിനെ ആദിദേവൻ എന്ന് പറയുന്നു, മഹാവീരൻ എന്നും പറയുന്നു. കുട്ടികളായ നിങ്ങൾ മഹാവീരനാണല്ലോ. അവർ യോഗബലത്തിലൂടെ മായയുടെ മേൽ ജയം നേടുന്നു. ബാബയെ പറയുന്നത് ജ്ഞാനത്തിൻ്റെ സാഗരം എന്നാണ്. ജ്ഞാനസാഗരമായ ബാബ നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ സഞ്ചി നിറച്ചു തരുന്നു, നിങ്ങളെ സമൃദ്ധമാക്കുന്നു. ആരാണോ ജ്ഞാനം ധാരണ ചെയ്യുന്നത് അവർ ഉയർന്ന പദവി നേടുന്നു. ആര് ധാരണ ചെയ്യുന്നില്ലയോ അപ്പോൾ തീർച്ചയായും കുറഞ്ഞ പദവി നേടും. ബാബയിൽ നിന്നും നിങ്ങൾ കാരുണ്യൻ്റെ ഖജനാവ് നേടുന്നു. അല്ലാഹു അലാവുദ്ദീൻ്റെ കഥയുമുണ്ടല്ലോ. നിങ്ങൾക്കറിയാം, അവിടെ നമുക്ക് അപ്രാപ്തമായ ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ബാബ നൽകുന്നു. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. പരിധിയുള്ള സമ്പത്ത് ലഭിച്ചിട്ടും പരിധിയില്ലാത്ത ബാബയെ തീർച്ചയായും ഓർമ്മിക്കുന്നു. ഹേ പരമാത്മാവേ, ദയ കാണിക്കൂ, കൃപ കാണിക്കൂ. ആ ഒന്ന് എന്ത് നൽകുന്നവനാണ് എന്നത് ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് ചിത്രങ്ങളിലുമുണ്ട്. ബ്രഹ്മാവ് മുന്നിലിരിക്കുകയാണ്. സാധാരണമാണ്. സ്ഥാപന ചെയ്യുമ്പോൾ തീർച്ചയായും ആ ഒന്നിനെ തയ്യാറാക്കുമല്ലോ. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ ശങ്കറിന്റെ മുന്നിൽ പോയി പറയുന്നു, സഞ്ചി നിറച്ചു തരൂ. ആത്മാവ് പറയുന്നു, നമ്മൾ ദരിദ്രമാണ്, നമ്മുടെ സഞ്ചി നിറയ്ക്കൂ, നമ്മളെ ഇങ്ങനെയാക്കൂ. ഇപ്പോൾ നിങ്ങളുടെ സഞ്ചി നിറയ്ക്കുവാൻ വന്നിരിക്കുന്നു. നമ്മൾ നരനിൽ നിന്നും നാരായണനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഈ പഠനം തന്നെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെതാണ്. പഴയ ലോകത്തിൽ വരാനുള്ള ആഗ്രഹം ആർക്കാണുണ്ടാവുക? എന്നാൽ പുതിയ ലോകത്തിൽ എല്ലാവരും വരികയില്ല. ചിലർ 25% പഴയതിൽ ആയിരിക്കും വരുന്നത്. അല്പം കുറവുണ്ടാകുമല്ലോ. അല്പമെങ്കിലും ആർക്കെങ്കിലും മെസ്സേജ് നൽകിക്കൊണ്ടിരിക്കുമെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരി തീർച്ചയായും ആകും. ഇപ്പോൾ എല്ലാവരും നരകത്തിൻ്റെ അധികാരിയാണല്ലോ. രാജാവ്, റാണി, പ്രജ എല്ലാവരും നരകത്തിൻ്റെ അധികാരികളാണ്. അവിടെ ഉണ്ടായിരുന്നത് ഡബിൾ കിരീടധാരികളാണ്. ഇപ്പോൾ അവരില്ല. ഇക്കാലത്ത് ധർമ്മത്തെയും മറ്റും ആരും മാനിക്കുന്നില്ല. ദേവീ ദേവതാ ധർമ്മം തന്നെ ഇല്ലാതായി. റിലീജിയൻ ഇസ് മൈറ്റ് എന്ന് പാടപ്പെടുന്നു. ധർമ്മത്തെ അംഗീകരിക്കാത്തത് കാരണം ശക്തി അവശേഷിക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ തന്നെയാണ് പൂജ്യരിൽ നിന്നും പൂജാരിയാകുന്നത്. 84 ജന്മം എടുക്കുന്നുവല്ലോ. നമ്മൾ തന്നെ ബ്രാഹ്മണൻ, നമ്മൾ തന്നെ ദേവത, പിന്നെ നമ്മൾ തന്നെ ക്ഷത്രിയൻ. ബുദ്ധിയിൽ ഈ മുഴുവൻ ചക്രവും വരുന്നുവല്ലോ. ഈ 84ന്റെ ചക്രം നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു.
ഇപ്പോൾ പിന്നെ തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പതീതമായ ആർക്കും പോകാൻ സാധിക്കില്ല. ആത്മാവ് തന്നെയാണ് പതീതം അഥവാ പാവനമാകുന്നത്. സ്വർണത്തിൽ കലർപ്പ് ചേരുന്നുവല്ലോ, ആഭരണത്തിൽ ചേരുന്നില്ല. ഇതാണ് ജ്ഞാനാഗ്നി. അതിലൂടെ മുഴുവൻ കലർപ്പും മാറി നിങ്ങൾ പക്കാ സ്വർണമാകും. പിന്നെ ആഭരണവും നിങ്ങൾക്ക് നല്ലത് ലഭിക്കും. ഇപ്പോൾ ആത്മാവ് പതീതമാണ്. അപ്പോൾ പാവനമായവരുടെ മുന്നിൽ നമിക്കുന്നു. ചെയ്യുന്നതെല്ലാം ആത്മാവാണല്ലോ. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ തോണി അക്കരെയാകട്ടെ, പവിത്രമായി പവിത്ര ലോകത്തിലേക്ക് പോകും. ഇപ്പോൾ ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അതുപോലെ എല്ലാവർക്കും ഈ പരിചയം നൽകിക്കൊണ്ടിരിക്കൂ. അതാണ് പരിധിയുള്ള പിതാവ്, ഇതാണ് പരിധിയില്ലാത്ത പിതാവ്. സംഗമത്തിൽ തന്നെയാണ് പിതാവ് വരുന്നത്, സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുവാൻ. അപ്പോൾ ഇങ്ങനെയുള്ള പിതാവിനെ ഓർമ്മിക്കേണ്ടതാണല്ലോ. ടീച്ചറിനെ എപ്പോഴെങ്കിലും സ്റ്റുഡൻസ് മറക്കാറുണ്ടോ? എന്നാൽ ഇവിടെ മായ മറപ്പിച്ചുകൊണ്ടിരിക്കും. വളരെ സൂക്ഷിച്ചിരിക്കണം. യുദ്ധത്തിൻ്റെ മൈതാനമാണല്ലോ. ബാബു പറയുന്നു, ഇപ്പോൾ വികാരത്തിൽ പോകാതിരിക്കൂ, മലിനം ആകാതിരിക്കൂ. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. പവിത്രമായി തന്നെയാണ് പവിത്രമായ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകുന്നത്. നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. കുറഞ്ഞ കാര്യമാണോ? കേവലം ഈ ഒരു ജന്മം പവിത്രമാകൂ. ഇപ്പോൾ പവിത്രമാവുകയില്ലെങ്കിൽ താഴെ വീണുപോകും. ടെംപ്റ്റേഷൻ വളരെയധികമുണ്ട്. കാമത്തിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത്തിൻ്റെ അധികാരിയാകും. നിങ്ങൾ നേരിട്ട് പറയുന്നു, പരംപിത പരമാത്മാവ് തന്നെയാണ് ജഗദ്ഗുരു. ആ ഒന്ന് മുഴുവൻ ജഗത്തിനും സദ്ഗതി നൽകുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് ബുദ്ധിയാകുന്ന സഞ്ചി നിറച്ച് സമൃദ്ധമാകണം. ഒരു പ്രകാരത്തിലുമുള്ള അഹങ്കാരം കാണിക്കരുത്. സർവീസിന് യോഗ്യരായ ശേഷം ഒരിക്കലും ട്രേറ്ററായി ഡിസ്സർവീസ് ചെയ്യരുത്. ദാനം നൽകിയ ശേഷം വളരെയധികം സൂക്ഷിച്ചിരിക്കണം. ദാനം നൽകിയ വസ്തു തിരികെ എടുക്കുന്നതിൻ്റെ സങ്കല്പം പോലും വരരുത്. വരദാനം: ഡയറക്റ്റ് പരമാത്മാ ലൈറ്റുമായുള്ള കണക്ഷനിലൂടെ അന്ധകാരത്തെ ഓടിക്കുന്ന ലൈറ്റ് ഹൗസായി ഭവിക്കട്ടെ. കുട്ടികളായ നിങ്ങളുടെ അടുക്കൽ ഡയറക്റ്റ് പരമാത്മാ ലൈറ്റിൻ്റെ കണക്ഷനുണ്ട്. കേവലം സ്വമാനത്തിൻ്റെ സ്മൃതിയുടെ ഡയറക്റ്റ് ലൈനുമായുള്ള സ്വിച്ച് ഓൺ ചെയ്യൂ. അപ്പോൾ ലൈറ്റ് വരും. സൂര്യപ്രകാശത്തെ എത്ര ആഴത്തിൽ മറയ്ക്കുന്ന കറുത്ത മേഘമായാലും അതും ഓടിപ്പോകും. ഇതിലൂടെ സ്വയം ലൈറ്റായിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയും ലൈറ്റ് ഹൗസായി മാറും. സ്ലോഗൻ: സ്വപുരുഷാർത്ഥത്തിൽ തീവ്രമാകൂ. അപ്പോൾ താങ്കളുടെ വൈബ്രേഷനിലൂടെ മറ്റുള്ളവരുടെ മായ സഹജമായി ഓടിപ്പോകും. ഓം ശാന്തി. ശാന്തി സാഗരനായ ബാബയുടെ ഓർമ്മയിൽ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ ഏകാഗ്രമായി സ്ഥിതി ചെയ്യവേ ശാന്തതയുടെ ഗഹനമായ അനുഭവം എനിക്കുണ്ടാവുകയാണ്. അനുപമമായ
ശാന്തിയുടെ അനുഭവത്തിൽ ഞാൻ ലയിച്ചിരിക്കുകയാണ്. ഈ ഗഹനമായ ശാന്തതയുടെ അനുഭവത്തിലിരിക്കുമ്പോൾ ഈ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഇപ്പോൾ ആവശ്യം മനസ്സിൻ്റെ സത്യമായ ശാന്തിയാണ് എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ശാന്തിയുടെ മഹാദാനിയായി മാറുകയാണ്. സ്വാഭാവികമായി തന്നെ എൻ്റെ ആത്മജ്യോതിസിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ വ്യാപിക്കുകയാണ്. എൻ്റെ സൂക്ഷ്മ സങ്കല്പ ശക്തി കൊണ്ട് ഈ ശാന്തിയുടെ കിരണങ്ങളെ ഞാൻ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളുടെ നേർക്ക്, ശാന്തിക്ക് വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കളുടെ നേർക്ക് അയക്കുകയാണ്. ബാബയിൽ നിന്നും പ്രാപ്തമായ ഈ ഗഹനമായ ശാന്തിയുടെ അമൂല്യ ഖജനാവ് എൻ്റെ സഹോദര ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്യുകയാണ്. ഈ ഗഹന ശാന്തിയുടെ പ്രകാശസ്പർശം ഏൽക്കുമ്പോൾ ആത്മാക്കൾ ശാന്തമായി മാറട്ടെ. ആത്മാക്കളിൽ ശാന്തിയുടെ ഈശ്വരീയ ഖജനാവ് നിറയട്ടെ. അവർ ശാന്തി സമ്പന്നമാകട്ടെ.